അല്ലേ മനോഹര? മനസ്സിലായില്ല മാഡം. എനിക്കേ മനസ്സിലായിട്ടില്ല. പിന്നെങ്ങനെയാ മനോഹറിന് മനസ്സിലാവുന്നത്? ഇതുപോലുള്ള മരണങ്ങള് ഒരു ഊരാ കൊടുക്ക മനോഹര. അഴിച്ചെടുക്കാൻ കുറേ സമയമെടുക്കും. ഒരു ഭാഗത്ത് അഴിക്കുമ്പോ വേറൊരു ഭാഗത്ത് മുറുകും. അങ്ങനെ മുറുകയും അഴിച്ചും അതിങ്ങനെ പോവും. സാരമില്ല, സമയമുണ്ടല്ലോ. ഞാൻ വേണ്ടത് ചെയ്തോളാം. ചന്ദ്ര അങ്ങനെ പെരുമാറിയത് എന്തുകൊണ്ടാണെന്നാ നിനക്ക് തോന്നുന്നേ? ആരോ ചന്ദ്രയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ആര്? എനിക്കറിയില്ല. ഒരാളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച ആ കെണിയിൽ വീഴുന്ന ആളാണോ ചന്ദ്ര? അല്ല, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? മനുഷ്യല്ലേ മാഡം, എപ്പോഴാ എങ്ങനെയാ പെരുമാറുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ചന്ദ്രയുടെ ബഹളം നമ്മൾ ഗൗരവത്തിൽ എടുക്കണ്ട. ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ അവൾ എന്തോ പിച്ചും പേയും പറഞ്ഞു. അത്രയും വിചാരിച്ചാ മതി അല്ലേ? എന്ത് വിചാരിക്കണമെന്നൊക്കെ മാഡം തീരുമാനിച്ചാൽ മതി. എന്തായാലും ചന്ദ്ര കരുന്ന പോലൊന്നുമില്ല, അതെനിക്കറിയാം. നാളെ മാറ്റി പറയാൻ ഇടവരില്ലല്ലോ അല്ലേ? ഇല്ല, ഒരിക്കലും അങ്ങനൊരു സാഹചര്യം ഉണ്ടാവില്ല. എന്നാ പിന്നെ പൊയ്ക്കോ, നമുക്ക് പിന്നെ കാണാം. എന്തിനെ കാണുന്നത്? കാണാതിരിക്കാൻ ശ്രമിക്കാം. ഒരു പോലീസുകാരി ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണുന്നത് അത്ര നല്ല കാര്യമല്ലല്ലോ, ആരെ സംബന്ധിച്ചായാലും. ശരി, ഞാനും കാണാതിരിക്കാൻ നോക്കാം. നിവർത്തിയില്ലെങ്കിൽ മാത്രം. അല്ലെങ്കിലും അതങ്ങനെയല്ലേ പറ്റൂ. എന്നാ പൊയ്ക്കോ. ഓൾ ദി ബെസ്റ്റ്. വാ മോളെ. അങ്ങനെ ചടങ്ങൊക്കെ കഴിഞ്ഞു അല്ലേ ശരത്തുമോനെ? കഴിഞ്ഞു മുത്തശ്ശി. പാവം അയാളുടെ മോള് അതൊറ്റയ്ക്കായി. ഒറ്റയ്ക്കൊന്നും അല്ലമ്മേ, സിദ്ധു വക്കീലില്ലേ കൂട്ടിന്. ചന്ദ്രയെ വക്കീല് കല്യാണം കഴിച്ചോളൂ. അതൊരിക്കൽ മുടങ്ങിപ്പോയതല്ലേ ആ ആലോചന? അതന്ന്. ഇപ്പോ സാഹചര്യം മാറിയില്ലേ? നടേശൻ നല്ല ഒത്ത ഒരു കൊമ്പനായിരുന്നു. ആ ചരിഞ്ഞാ പിന്നെ എന്ത് ചെയ്യും? സംസ്കരിക്കാന്നല്ലാണ്ട്. മുത്തശ്ശി പറഞ്ഞേ ശരിയാ. നടച്ച സാറ് ഒരു കൊമ്പനായിരുന്നു. ഈ കൊമ്പനാനകൾ ചരിയുമ്പോ ഒരു പ്രത്യേകത ഉണ്ട് മുത്തശ്ശി. പരിസരത്തുള്ള ഭൂമി മുഴുവനും കുലുങ്ങും. ചിലരൊക്കെ മരണാഘോഷിക്കാൻ പോയതാ, അവർക്കൊക്കെ വയറ് നിറച്ച് കിട്ടി. ശരത്തേട്ടൻ കേട്ടിട്ടില്ലേ? തെറ്റിദ്ധരിപ്പിക്കാൻ ആളും തെറ്റിദ്ധരിക്കാൻ തയ്യാറായ ഒരു മനസ്സും ഉണ്ടെങ്കിൽ മനുഷ്യര് പല രീതിയിലും പെരുമാറുന്നു. പക്ഷേ അതില് കാമ്പൊന്നും ഇല്ല ശരത്തേട്ടാ. എല്ലാം കഴിഞ്ഞ് മനസ്സ് ശാന്തമാവുമ്പോ ആലോചിക്കും. അപ്പൊ തിരിച്ചറിയും ശരിയും തെറ്റും ഒക്കെ. ഞാൻ തർക്കിക്കാനൊന്നുമില്ല നെത്തിക്കുട്ടി. ആളുകള് പലതും പറയുന്നുണ്ട്, അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. സൂക്ഷിച്ച ദുഃഖിക്കണ്ട. ശരത്തേട്ടൻ ഈ ഉപദേശമൊക്കെ അവരോട് പോയി അടിക്ക്. ഞങ്ങള് വിട്ടേക്ക്, അതല്ലേ നല്ലത്. അയ്യോ, ഞാൻ ഉപദേശമല്ല എത്തിക്കുട്ടി. ശരത്തുമോൻ തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ എന്ത് പറഞ്ഞാലും കുഴപ്പമാ. ആ പതുക്കെ മാറും, കുറച്ചു ദിവസം കഴിയട്ടെ. നടേശന്റെ മരണം ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ചാ കൊള്ളാന്ന് വിചാരിക്കുന്നവര് നിരാശപ്പെടുകയുള്ളൂ എന്നാ എനിക്ക് തോന്നുന്നത് ശരത്തേട്ടാ. ഈ നടേശന്റെ വീട്ടിൽ നടന്ന സംഭവങ്ങൾ കണ്ട് സന്തോഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലേ അതൊക്കെ വെറുതെ ആവാനാ സാധ്യത. ഈ
സത്യം എന്ന് പറയുന്ന സാധനത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ ശരത്തേട്ടാ? അധിക കാലമൊന്നും അതിനെ ആർക്കും ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ല. കാർമേഘങ്ങൾക്കിടയിലൂടെ സൂര്യൻ ഇങ്ങനെ ജ്വലിച്ചു വരുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ സത്യവും പുറത്തു വരുന്ന, ഇന്നല്ലെങ്കിൽ അത് നാളെ. അല്ല, ഞാനിതാരെയും സപ്പോർട്ട് ചെയ്ത് പറയുന്നൊന്നുമല്ല, തോന്നി പറഞ്ഞു. നമുക്ക് നോക്കാൻ നിത്യക്കുട്ടി സംഭവിക്കാൻ പോകുന്നത് എന്താണ്. ആ എസ് റൂബിക്ക അന്വേഷണ ചുമതല. അതിനെന്താ ശരത്ത് മോനെ? അല്ല, ഞാൻ പറഞ്ഞെന്നുള്ളൂ മുത്തശ്ശി. എന്താടാ വരാ ഇത്ര വൈകിയത്? ഞാനിവിടെ കാത്തുകെട്ടി നിൽക്കാൻ തുടങ്ങിയിട്ട് നേരെ എത്രയെന്ന് അറിയൂ? എന്റെ അമ്മേ, ആ വീട്ടിൽ നിന്ന് തലയും വലിച്ചൊന്ന് ഇറങ്ങണ്ടേ? എങ്ങോട്ടെങ്കിലും പോവാന്ന് തോന്നിയാലേ 100 കൂട്ടം ചോദ്യമായിട്ട് നിത്യ പിന്നാലെ കൂടും. എങ്ങോട്ട് പോകുന്നു, എന്തിനു പോകുന്നു, ആരെ കാണുന്നു, എപ്പ വരും? വന്ന് ഒരു വല്ലാത്ത വാന്തയായിരിക്കും അവള്. എടാ, ഇത് തന്നെയല്ലേ ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞത്. മുമ്പത്തെ പോലെയാണോ ഇപ്പൊ അവളുടെ സ്വഭാവം? അല്ലല്ലോ. പണ്ടില്ലാതിരുന്നത് പോലുള്ള ചോദ്യം ചെയ്യല് അവൾ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അവള് നിന്നെ സംശയിച്ചു തുടങ്ങിയിട്ടുണ്ട്. എങ്കിൽ പിന്നെ അവളുടെ സംശയം ഞാൻ ഉടനെ തീർത്തു കൊടുക്കുന്നുണ്ട്. അല്ലട ശരത്തെ, നടേശൻ സാറിന്റെ മരണത്തിന് അനുശോചനം അറിയിക്കാൻ പോയ എന്റെ ഭാവി മരുമകളും അവളുടെ ഇപ്പോഴത്തെ അമ്മായിയപ്പനും തിരിച്ചു വന്നോ? ഞാൻ പോരുന്നിടത്തോളം രണ്ടും വന്നിട്ടില്ല. പക്ഷേ നല്ല കനത്തിൽ അവിടുന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മളും പോകേണ്ടതായിരുന്നു. ഒന്നുമല്ലെങ്കിലും കുറച്ച് നാളെങ്കിലും നമുക്കൊപ്പം നടന്ന ആളല്ലേ. അതിന്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെയാ പോകണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അയാള് നമ്മുടെ കൂടെ കൂടിയത് നമ്മളെ സഹായിക്കാനൊന്നും അല്ലല്ലോ. അയാൾക്ക് നമ്മുടെ സഹായം ആവശ്യം ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ. പരസ്പരം പറഞ്ഞുറപ്പിച്ചൊരു ഡീല് അതവിടെ കഴിഞ്ഞു. ഇനി നടേശനെ കൊണ്ട് നമുക്കൊരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പൊ പിന്നെ വെറുതെ എന്തിനാ ചത്ത് മലച്ചു കിടക്കുന്ന അയാളെ പോയി കണ്ട് നമ്മുടെ സമയം കളയുന്നേ? അത് ശരിയാ. നമുക്ക് കളയാൻ സമയമില്ല. നമ്മുടെ കൂടെ നിന്ന പലരും ഇപ്പൊ ശത്രുപാളയത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അധിക നാൾ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എത്രയും വേഗം ലക്ഷ്യം സാധിച്ചു മടങ്ങണം.